കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അയാളുടെ കയ്യിൽ പോയിസൺ ബോട്ടിലുണ്ടെങ്കിൽ ഇവരെന്തിനാ ഇങ്ങനെ കിടന്ന് പെടയുന്നത്? അയാൾക്ക് ഇവർക്കും എന്താ ബന്ധം? അതുകൂടി പറ. ദേവേട്ടൻ എങ്ങനെ ആ പോയിസൺ കഴിക്കുമെന്ന് ജാനകി ചേച്ചിക്ക് പേടി ഉണ്ടാവില്ലേ മാഡം? പിന്നെണ്ടല്ലോ, ഈ ജാനകി ചേച്ചിക്ക് വൈദിക ചേച്ചി എന്ന് പറഞ്ഞ ഭയങ്കര ജീവനാ. ഈ കല്യാണം നടന്ന വൈദിക ചേച്ചിയുടെ ജീവിതം തകരുമെന്ന് പറഞ്ഞിട്ട് ഈ കല്യാണം മുടക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയേക്കോ. ആണോ വിനയ? അതെ മാഡം. മാഡം, എന്റെ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞോണ്ടാ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഞാനിതൊക്കെ പറഞ്ഞൊന്ന് വേറെ ആരെങ്കിലും അറിഞ്ഞാ എന്റെ കല്യാണം അല്ല മാഡം നടത്തുക, ഇവരെല്ലാവരും കൂടി എന്റെ അടിയന്തരം നടത്തും. വിനയ, നീ ഇതുവരെ പോയില്ലേ? ആ ചേച്ചി, ഞാൻ പോവാ. മാഡം, പിന്നെയും പറയുന്നോടൊന്നും തോന്നരുത് കേട്ടോ. എന്റെ കല്യാണക്കാര്യം മറക്കരുതേ. താങ്ക്സ്. വിനയ. പിന്നെ എന്താ മാഡം, ഇനി എന്താ അറിയണ്ടേ? വൈദേഹിയുടെ ഫോട്ടോ ഉണ്ടോ? ദേവേട്ടന്റെ മുറിയിലുണ്ട്, ചെന്ന് നോക്ക്. സോ നീയാണ് വൈദേഹി അല്ലേ? ഇവിടെ നിന്റെ ഭർത്താവിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ആ മനുഷ്യന് ഭ്രാന്ത് പിടിച്ച അവസ്ഥയല്ല. പോയ്സൺ കുപ്പിയും പോക്കറ്റിലിട്ടോണ്ടാ പുള്ളിക്കാരൻ നടക്കുന്നത്. എന്നിട്ട് നീ എവിടെയാ ഈ ഒളിച്ചിരിക്കുന്നത്? പോട്ടെ, വരാതിരിക്കാൻ 1000 കാരണങ്ങൾ നിനക്കുണ്ടായിരിക്കും. എന്നാലും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ സത്യത്തിൽ ലോകത്തൊരിടത്ത് നടക്കാത്തതാ. ഇവിടെ ഉണ്ട് എന്നുള്ള തരത്തിൽ ചില സൂചനകളൊക്കെ കൊടുക്കുന്നുണ്ടെന്നാ നിന്റെ ഭർത്താവ് പറയുന്നത്. ഇവിടെയുള്ള ആൾക്കാർക്കിടയിൽ നീ ഉണ്ടെങ്കിൽ ഇതുവരെ ആരും ഒരു വട്ടം പോലും കാണാത്ത പോലെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? അതും പോട്ടെ, ഇനി മരിച്ചു പ്രേതമായിട്ട് വന്നതാണെങ്കിൽ അതല്ലെന്നാണ് അങ്ങേര് പറയുന്നത്. അപ്പോ ജാനകിയെ ആവാഹിച്ച് പ്രേതമായിട്ട് എന്ത് കളിയാ നീ കളിക്കുന്നത്? അതുമല്ല, ഈ വീട്ടിലാണെങ്കിൽ ഒരു പറ്റം ആൾക്കാരും ഉണ്ട്. എന്നിട്ട് നീ ജാനകിയെ മാത്രം ചൂസ് ചെയ്തത് എന്തിനാ? ദേ ഇങ്ങോട്ട് നോക്കിക്കേ, എന്തെടുക്ക അവിടെ? വിളക്ക് കത്തിക്കായിരുന്നു എന്തമ്മേ. അതൊക്കെ മതി, കല്യാണം നടക്കുമ്പോ കത്തിക്കാം. ഇപ്പൊ അങ്ങോട്ട് പോയേ. വിളക്ക് കത്തിക്കുന്ന പോലും വിളക്ക്, വേറെ പണിയൊന്നുമില്ല. ഇന്ദുമ്മേ, ദേവേട്ടനെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ, കുറച്ചു മുമ്പ് എന്റെ അടുത്തേക്ക് വന്നിരുന്നു, പിന്നെ കണ്ടില്ല. എന്ത് പറ്റുമോളെ? പ്രത്യേകിച്ചൊന്നുമില്ല എന്തുമ്മേ. അവനോട് ഇനി സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവൻ അവിടെ എങ്ങാനും വൈദേഹി പുരാണവും പാടിക്കൊണ്ടിരിപ്പുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ അത് നമ്മൾ തന്നെ ചെയ്യണം. ഞാനും അത് ആലോചിക്കുന്നുണ്ട്. ദേവേട്ടനെ ഒന്ന് കാണായിരുന്നു, അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാം. നിന്നോടെന്താ ജാനകിക്ക് മാത്രം ഇത്രയേറെ സ്നേഹം? നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരുമല്ല, ബന്ധുക്കളുമല്ല. ഒന്നുമില്ലെങ്കിലും പരസ്പരം പരിചയപ്പെട്ടിട്ട് പോലുമില്ല. എന്നിട്ടും എങ്ങനെയാ നിനക്ക് വേണ്ടി മാരേജ് സ്റ്റോപ്പ് ചെയ്യാൻ പോലും ഇവള് റിസ്ക് എടുക്കുന്നത്? നിന്റെ ഭർത്താവ് പോയിസൺ അടിക്കുമെന്ന് പേടിച്ച് ജാനകി ഇവിടെ ആകെ വെപ്രാളപ്പെട്ട് നടക്കുക.
നിന്റെ സ്ഥാനത്തിപ്പോ അവളാണെന്നേ കണ്ടാ തോന്നും. എന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ. ജാനകിയാണ് വൈദേഹി, വൈദേഹിയാണ് ജാനകി എന്ന പോലെ. അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഇവിടെ ഇല്ലല്ലോ ആള്. ഇനി തപ്പാൻ ഒരിടം ബാക്കിയില്ല. എവിടെ പോയിരിക്കും ഈ മനുഷ്യൻ? ഫോട്ടോയും കെട്ടിപ്പിടിച്ച് കിടക്കാൻ മാത്രമുള്ള സ്നേഹം ദേവേട്ടന്റെ മനസ്സിലുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ കല്യാണം കഴിക്കില്ല എന്ന് മാത്രം ദേവേട്ടൻ പറയുന്നില്ലല്ലോ. വൈദേഹി വരും വൈദേഹി വരും എന്ന് പറഞ്ഞ് കാത്തിരുന്ന അവക്ക് എങ്ങനെ ദേവേട്ട വരാൻ പറ്റുക? അവൾ ഇപ്പൊ വരാൻ പറ്റുന്ന അവസ്ഥയിലല്ല. നേരിട്ട് ദേവേട്ടന്റെ മുന്നിൽ വരാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ കാത്തിരിക്കായിരുന്നോ ദേവേട്ട? ദേവേട്ടന്റെ സ്വന്തം വൈദേഹിയായിരുന്നിട്ടും അനാഥയെന്ന് പറഞ്ഞ് ഇവിടെ കയറി കൂടേണ്ടി വരുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കാന്ന് കരുതിയ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അനുവദിക്കാതെ പോയിസൺ കുപ്പി എടുത്തോണ്ട് എങ്ങോട്ടോ പോയിരിക്കുക. ഒന്ന് മനസ്സിലാക്ക ദേവേട്ട, എനിക്ക് വരാൻ പറ്റില്ല. ദേവേട്ടൻ തന്നെ ഈ കല്യാണം മുടക്കണം. ഞാൻ വന്നിട്ട് കാര്യമില്ല. എന്നുവെച്ചാ ഇവള് തന്നെയാ ജാനകി എന്നല്ലേ? അതായത് ജാനകി തന്നെയാണ് വൈദേഹി എന്നർത്ഥം. ഏതൊരു സാഹചര്യത്തിൽ രൂപമാറ്റമുണ്ടായി അത് പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലാ. വൈദേഹി, ഇനി ഇതോർത്ത് പേടിക്കണ്ട. ഇനി ഈ കഥ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കോളാം. ഈ കഥയുടെ അവസാനം എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ എഴുതിക്കോളാം.
പാവം, ഇങ്ങനൊന്നും നടക്കാൻ പാടില്ലായിരുന്നു. എന്താ പറ്റിയത്? കല്യാണ മണ്ഡപം ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തതുകൊണ്ടായില്ലല്ലോ, കല്യാണവും കൂടി നടക്കണ്ടേ. കല്യാണം നടക്കില്ലേ? അതെന്താ? മാഡത്തിന്റെ പേഴ്സണൽ മീറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞെങ്കിൽ ഒന്ന് വന്ന് ഫൈനലൈസ് ചെയ്യാവോ? ഇനി എന്ത് ഫൈനൽ ചെയ്യാനാ? ഈ കല്യാണം നടക്കില്ല. കല്യാണ ചെറുക്കൻ വിഷം കഴിച്ചത്ര. എന്താ ദേവേട്ടൻ വിഷം കഴിച്ചെന്നോ? എന്താ ഈ പറയുന്നത്? അപ്പൊ കാര്യം അറിഞ്ഞില്ലേ? വിഷം കഴിച്ച് ബോധമില്ലാണ്ട് ബെഡ്റൂമിൽ കിടപ്പുണ്ട്. ദേവേട്ട, മാഡം പറഞ്ഞത് സത്യാണോ? അയാള് വിഷം കഴിച്ചു എന്നുള്ളത് സത്യമാ. നീ പോയി നിന്റെ പണി നോക്ക്. മാഡം ഒന്ന് പോയി പണി നോക്ക്. പോയിക്കോ. ഓക്കെ, ഞാൻ പോവാം. ദേവേട്ട, 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 ദേവേട്ട. ദേവേട്ട, ദേവേട്ട, അയ്യോ ദേവേട്ട, ദേവേട്ട, എവിടെയാ? മാഗി, മാഗി, എന്റെ ദേവേട്ടൻ എവിടെ? എവിടെ മാഗി? എവിടെയെന്ന് പറ പ്ലീസ്. ഇവിടില്ല. കല്യാണ ചെറുക്കൻ വിഷം കഴിച്ചു എന്ന് ഞാൻ വെറുതെ ഒരു നുണ പറഞ്ഞത്. എന്ത് നുണ പറഞ്ഞതാണെന്നോ? എന്റെ ദേവേട്ടൻ വിഷം കഴിച്ചെന്ന് പറയുന്നു. ഇപ്പൊ തന്നെ ഓരോ നിമിഷം എന്താ പറ്റെന്നറിയാതെ ഞാൻ പേടിച്ചിരിക്കുമ്പോ എന്റെ വേദന നിങ്ങൾക്ക് എന്താ കളിയാ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനാ എന്നോട് പറഞ്ഞത്? പറയാൻ. ഓവർ ആക്ഷൻ വേണ്ട. ഭർത്താവ് വിഷം കഴിച്ചു എന്നറിഞ്ഞ ഭാര്യ എങ്ങനെയാ റിയാക്ട് ചെയ്യുക എന്നൊന്ന് അറിയണമെന്ന് തോന്നി. അതിനൊരു ചെറിയ നുണ പറഞ്ഞ് നോക്കിയതല്ലേ വൈദേഹി? വൈദേഹിയോ? വൈദേഹിയല്ല, ജാനകി. ശരിക്കും ജാനകിയാണെങ്കിൽ അയാൾക്ക് എന്തേലും പറ്റിയ എന്തിന് ഇങ്ങനെ പെടണം? എന്തിന് ഇത്രയേറെ റിയാക്ട് ചെയ്യണം? ഓടി പിടിച്ചു മുറിയിലേക്ക് എന്തിന് ഓടി വരണം? ജാനകി ആയിരുന്നെങ്കിൽ ഞാനൊരു നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ കരണം പൊളിക്കാനും മാത്രം ഇമോഷൻ എന്തിനാണ്? നീ ശരിക്കും ജാനകി ആയിരുന്നെങ്കിൽ എന്ത് റിസ്ക് എടുത്തു ഈ കല്യാണം മുടക്കാൻ നീ തല കുത്തി നിൽക്കില്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഞാൻ വൈദേഹി
വേറൊന്നുമല്ല, ഞാൻ ജാനകിയാണ് മാഗി, ജാനകി. എനിക്ക് എല്ലാ കഥയും അറിയാം വൈദേഹി. പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. വൈദേഹിയുടെ മുഖം ഇങ്ങനെ ജാനകിയായി മാറിയത് എങ്ങനെയാണ്? നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ ഭർത്താവിന് മറ്റൊരു കല്യാണം നടത്തുമ്പോ നീയാണ് വൈദേഹി എന്നും പറഞ്ഞ് കല്യാണം മുടക്കാൻ നോക്കാതെ എന്തിനാണ് അതിന് മറ്റൊരു കാരണം കണ്ടെത്താൻ നോക്കുന്നത്? എന്നോട് പറയ് വൈദേഹി, പറയ്. എനിക്കത് പറയാൻ കഴിയില്ല മാഗി. എന്നോടൊന്നും ചോദിക്കുകയും ചെയ്യരുത് പ്ലീസ്. നീ പറഞ്ഞേ പറ്റൂ വൈദേഹി. പറഞ്ഞില്ലെങ്കിൽ ഞാൻ നേരെ താഴെ ചെന്ന് കല്യാണ മണ്ഡപത്തിൽ കയറി എല്ലാരെയും വിളിച്ച് സത്യം പറഞ്ഞ് അവിടെ വെച്ച് നിനക്കെല്ലാം തുറന്നു പറയേണ്ട അവസ്ഥയുണ്ടാകും. അത് തന്നെയാ ശരി. അയ്യോ വേണ്ട 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 പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്നോട് പറയും. ഭർത്താവിനെ മറ്റൊരുത്തി കൊണ്ടുപോകുന്നത് ഒരു പെണ്ണ് സഹിക്കില്ല. കണ്ണെതിരിൽ അങ്ങനെ നടന്നിട്ടും എന്തിനാ നീ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നത്? സത്യം പറഞ്ഞ് കല്യാണം മുടക്കുന്നതിന് പകരം എന്തിനാ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത്? ഭർത്താവിന്റെ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെ ഒരു അനാഥയായിട്ട് എന്തിനിവിടെ നിൽക്കുന്നു? എന്താ പറയാ മാഗി, ഞാനൊരു അനാഥ തന്നെയല്ലേ? അനാഥകൾക്ക് ഈ വീട്ടില് മരുമകളാവാനുള്ള യോഗ്യതയില്ല മാഗി. കൊട്ടാരം വീടിനൊരു അനന്തരാവകാശി വേണം. പക്ഷെ അതൊരിക്കലും നിന്നിൽ നിന്നാവരുത് വൈദേഹി. അതെന്താ അമ്മ? എന്തിനാ എന്നോട് ഇത്ര നീചമായ രീതിയിൽ പെരുമാറുന്നത്? കാരണം നീ ഒരു അനാഥയാണ് വൈദേഹി. കൗസല്യ വേണ്ട, എന്താ കാണിക്കുന്നേ? ദേവേട്ടൻ മാളവികയെ കല്യാണം കഴിക്കണം. നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ട് അതിന് കഴിയും. ദേവേട്ടൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടാവില്ല. എന്താ ഇത്? എന്തിനാ എന്റെ ജീവൻ എടുക്കാൻ നോക്കുന്നത്? അയ്യോ, ഇത് ഞാൻ എവിടെ ചെന്ന് പറയും മാഗി? ഞാനൊരു അനാഥയായതുകൊണ്ട് എന്നിൽ നിന്നും ദേവേട്ടന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ മാളവികയെ ദേവേട്ടന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. സത്യത്തില് ആ മാളവിക ഇവിടുത്തെ ആരുമല്ല. അതുപോലും അന്വേഷിക്കാതെ എനിക്കും ദേവേട്ടന് ഒരു കുഞ്ഞുണ്ടായി. അത് കൊട്ടാരത്തിലെ അനന്തരാവകാശിയാകാതിരിക്കാൻ വേണ്ടി ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു കല്യാണം നടക്കുന്നത്. എന്തൊരു കഷ്ടം ഇത്! എന്തൊരു ക്രൂരതയാ! അനാഥയായതുകൊണ്ട് മാത്രം കൊട്ടാരത്തിലെ മരുമകളായിക്കൂടുന്നുണ്ടോ? അനാഥയുടെ വയറ്റിൽ ജനിച്ച അവര് മക്കളാവില്ലെന്നുണ്ടോ? അത് തടയാൻ ആ മകനെ കൊണ്ട് കൗസല്യ വരെ കല്യാണം കഴിപ്പിക്കുന്നു. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. വൈദേഹി, നീ എങ്ങനെ ഇത് കണ്ട് നോക്കി നിൽക്കുന്നു? ഇല്ല, ഇത് ശരിയല്ല. ഈ കല്യാണം നടക്കാൻ പാടില്ല. അയ്യോ വേണ്ട വേണ്ട മാഗി, ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചിട്ട് അവരെ വെറുതെ വിടണമെന്നാണോ പറയുന്നത്? ഇത്രയും നാളത്തെ അജ്ഞാതവാസം മതിയായില്ലേ നിനക്ക്? നിന്റെ ഭർത്താവ് ആ മാളവികയെ കല്യാണം കഴിച്ച് നിന്റെ കൺമുമ്പിൽ ദാമ്പത്യ ജീവിതം തുടങ്ങിയ അപ്പോഴും ഈ അജ്ഞാതവാസം ഇതേപോലെ നീ തുടരുമോ?
കുറ്റം നടക്കുന്നു എന്നറിഞ്ഞ അതറിയുന്ന നിമിഷം തന്നെ അതിനെ തടയണം. അല്ലെങ്കിൽ എന്നേക്കുമായി അത് തിരുത്താൻ പറ്റാത്തൊരു തെറ്റായി മാറും വൈദേഹി. ഇനിയൊരു നിമിഷം വൈകിക്കരുത്. ഈ കല്യാണം നമുക്ക് മുടക്കണം. അതാണ് ശരി. മാഗി വേണ്ട, മാഗി 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 വേണ്ട. വാ പറയാം. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നീ മിണ്ടാതിരിക്ക്. വന്നേ. വർമ്മ സാർ ഇവിടെയുണ്ടോ? വർമ്മ സാർ ഇങ്ങോട്ടൊന്ന് വന്നേ. ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. ദശരഥ രാമവർമ്മേ, ദയവ് ചെയ്ത് ഇങ്ങോട്ടൊന്ന് വരണം. ദശരഥ രാമവർമ്മ, ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരൂ. നീ ഒന്നിങ്ങോട്ട് വരൂ. എന്ത് പറ്റി മാഡം? എന്താ പറ്റിയതെന്നോ? വലിയ രാജാവാണല്ലോ, പ്രജകളെ സംരക്ഷിക്കുന്ന രാജാവ്. പക്ഷെ രാജാവിന് എന്തോ ആവാന്ന? അതിനിപ്പോ എന്താ സംഭവിച്ചത്? ആരെന്തു ചെയ്തു എന്ന് നീ പറയുന്നേ? ഓ, രാജകൊട്ടാരത്തിനകത്ത് ആർക്കെന്ത് നെറുകേട് സംഭവിച്ചാലും അത് നിങ്ങളൊന്നും അറിയില്ല. രാജാവേ, അങ്ങാണോ നീതിയും ധർമ്മവും നടപ്പിലാക്കുന്ന മഹാൻ? പ്ലീസ് പ്ലീസ് മാഗി, നീ ഇവിടെ പ്രശ്നം. നീ ഇനി മിണ്ടിപ്പോകരുത്. കണ്ണെതിരിൽ ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. ആരെങ്കിലും ഒക്കെ ചോദിക്കണ്ടേ? എന്താ നിനക്ക് വേണ്ടേ? വെഡിങ് പ്ലാനറായിട്ട് വന്ന് രാജാവിന്റെ ഉപദേശിയാവാൻ നോക്കുക. ഞാൻ ആരെ ഉപദേശിക്കുന്നില്ല. നിങ്ങളാണ് കുറ്റം ചെയ്തത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ കാണിച്ചു കൂട്ടിയതിനെ കുറിച്ച് തന്നെയാണ് മാഡം. അതെങ്ങനെ? അനാഥകൾക്ക് നിങ്ങളുടെ മരുമക്കളായിരിക്കാൻ യോഗ്യതയില്ലെന്ന്.